ഇന്നത്തെ വീഡിയോ ഉള്ളത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. കണ്ടാണശ്ശേരി ശ്രീ കല്ലൂർ തലൈ ശ്രീകൃഷ്ണസ്വാമി ഭഗവതി ക്ഷേത്രം. ഇതാണ് ആ ക്ഷേത്രം. ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഉപപ്രതിഷ്ഠകളായിട്ട് ഗണപതി, മുരുകൻ, ഹനുമാൻ, ഭഗവതി എന്നിവരുണ്ട്. ഒരു പാറയുടെ നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഴയൊരു ക്ഷേത്രമാണ്, പക്ഷേ ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്രയും ഭംഗിയാണ് കേട്ടോ ഈ ക്ഷേത്രം കാണാൻ. അവിടെ ഒരു ചെറിയ കല്ല് വെച്ച് ചെമ്പരത്തിപ്പൂ വെച്ചതാണ് ഹനുമാന്റെ പ്രതിഷ്ഠയായിട്ട് കരുതപ്പെടുന്നത്. നമ്മൾ പ്രതിഷ്ഠകൾ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തത്. ക്ഷേത്രം അടച്ചിരിക്കുന്ന നേരം ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ പറ്റിയത് വീഡിയോ. ഇത് പാറയുടെ നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും പാറയാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ വ്യൂ അറിയണമെങ്കിൽ മുകളിൽ നിന്ന് കാണണം. നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇങ്ങനെ ഒരു തീർത്ഥക്കുളം അവിടെ കാണാൻ പറ്റും. തീർത്ഥക്കുളം വളരെ പവിത്രമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും സൂക്ഷിച്ചു പോരുന്നത്. സീസൺ അനുസരിച്ച് അവിടെ ആമ്പലും താമരയൊക്കെ വിരിഞ്ഞ് നിൽക്കും. ചെറിയൊരു കുണ്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വളരെ ആഴം ചെന്നൊരു കുണ്ടാണ്. എത്ര വേനലിലും കടുത്ത വേനലിലും ഇവിടുത്തെ വെള്ളം പറ്റില്ല. പിന്നെ പാറയുടെ മുകളിൽ കൃഷ്ണ ഭഗവാന്റെ പാദം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു കൽവിളക്ക് ഉണ്ട്. അവിടെയും പൂജകളും വിളക്കും ദിവസവും തെളിയിക്കുന്നതാണ്. നമുക്ക് ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോഴാണ് ശരിക്കുള്ള ക്ഷേത്രത്തിൻ്റെ വ്യൂ കിട്ടുക. അത്രയും മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുരുവായൂർ പോകുന്ന വഴിക്ക് ഏകദേശം ചൂണ്ടലിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറി അരിയന്നൂർ ഹരികന്യക ക്ഷേത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് പോരുമ്പോൾ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. ഇവിടെയാണ് ഭഗവാന്റെ പാദമായിട്ട് കരുതപ്പെടുന്നത്. ഇവിടെ നമ്മൾ തൊഴാനായിട്ട് അവിടെ പൂജയും കാര്യങ്ങളും നിത്യപൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിളക്ക് വയ്ക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ്. പക്ക ഗ്രാമപ്രദേശമാണ് ഇത്. പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. ഇതാണ് ഭഗവാന്റെ പാദമായിട്ട് കരുതപ്പെടുന്ന സ്ഥലം. തൊട്ടടുത്ത് തന്നെ തീർത്ഥക്കുളം ഉണ്ട്. അതേപോലെ തന്നെ തീർത്ഥക്കുളമല്ല, ക്ഷേത്രക്കുളമുണ്ട്. അതേപോലെ തന്നെ ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗി മുഴുവൻ ഈ പാറയുടെ പുറത്തു നിന്നാൽ കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഭംഗിയും കാണാൻ പറ്റും. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി. ഈ വഴി കൂടിയാണ് നമ്മൾ എത്തുക. ശരിക്കും വഴി കാണുമ്പോൾ വിചാരിക്കും ഇവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന്. നമുക്ക് തന്നെ ശങ്കയായി തോന്നും. പക്ഷെ വഴി നീളെ 2 സൈഡിലും പൂക്കൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ളത്. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. തീർച്ചയായും ആരെങ്കിലും ഗുരുവായൂർക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിലൊന്ന് കയറാതെ പോവരുത്. അത്രയും ഭംഗിയുള്ള, കാണാൻ അത്രയും നല്ല അസലായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒന്നെങ്കിൽ കാലത്ത് നേരത്തോ അല്ലെങ്കിൽ വൈകുന്നേരം നേരത്തോ ഇങ്ങോട്ട് വരണം. എന്നാലാണ് അവിടുത്തെ ആ ഒരു കാഴ്ചകൾ, ആ ഒരു വ്യൂ കാണാനായിട്ടുള്ള ഭംഗി കിട്ടുള്ളൂ. സൂര്യോദയം അല്ലെങ്കിൽ സൂര്യാസ്തമയം ആ നേരത്താണ് അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഉപപ്രതിഷ്ഠയായിട്ട് പുറത്താണ് പാമ്പുംകാവ് സ്ഥിതി ചെയ്യുന്നത്. പാറയിൽ കയറുന്ന സമയത്ത് ശുദ്ധിയോടെ വേണം കയറാൻ. കൈകാലുകൾ കഴുകിയിട്ട് അത്രയും ശുദ്ധിയായിട്ട് വേണം കയറാൻ എന്നുണ്ട്. അതേപോലെ തന്നെ ദീപാരാധന നടക്കുമ്പോഴും പൂജ നടക്കുന്ന സമയത്തൊക്കെ പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല. പാറയിൽ കയറി പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഇതാണ് പുറത്തുള്ള പാമ്പുംകാവ്. പുറത്ത് നിന്ന് നമുക്ക് തൊഴുതിട്ട് വേണം അകത്തേക്ക്. ആദ്യം അവിടെ തൊഴുതിട്ടാണ് അകത്തേക്ക് കയറുക. ഞാൻ പുറത്തുനിന്നുള്ളൊരു വ്യൂ കാണിച്ചു എന്നുള്ളൂ. പിന്നെ തൊട്ടടുത്ത് തന്നെ മുളങ്കാടുകളുണ്ട്. കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും കുറേ ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ മുളങ്കാട് റോട്ടിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഉള്ളിൽ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടെന്ന് പെട്ടെന്ന് അറിയില്ല. ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു, ഈ വീഡിയോ ഇടാൻ സാധിച്ചു ഭാഗ്യമായിട്ട് കരുതണോ. താങ്ക് യു.